ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇന്ന് സന്തോഷത്തോടു കൂടിയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇച്ചിരി സന്തോഷം കുറവാണെങ്കിലും ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ സന്തോഷമുണ്ട്. സന്തോഷത്തിൻ്റെ ഉത്തുംഗഭാവമായിട്ടുള്ള ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ആ ഗ്ലാഡ്നെസ് അതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ദൈവസന്നിധി നമ്മളിരിക്കുമ്പോൾ ആ വലിയൊരു സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പകരട്ടെ. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ധാന്യം വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിനേക്കാളും അല്ലെങ്കിൽ വീഞ്ഞ് വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിനേക്കാളും വലിയ സന്തോഷം വിരുന്നുശാലയിലെ ഉണ്ടാകുന്ന ആ വലിയ സന്തോഷത്തെക്കാൾ വലിയ വലിയ സന്തോഷം ഇന്ന് ദൈവ സാന്നിധ്യത്തിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങളൊന്നും നടന്നില്ലായിരിക്കും. 0 പോയിന്റിലാണെങ്കിൽ 0 പോയിന്റിൽ തന്നെയായിരിക്കും നമ്മൾ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് 100 അടിച്ച പോലത്തെ ഒരു സന്തോഷം ഉണ്ടാകും. അതാണ് ദൈവ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സന്തോഷം കൊണ്ട് നിങ്ങളെ എല്ലാവരെയും കർത്താവ് നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് ഉണ്ട്. നമുക്ക് കോ സ്പോൺസേഴ്സാണ്. തിരുവനന്തപുരത്ത് നിന്ന് ശ്യാമയാണ്. ജൂലൈ 18 മകൾ മാളവികയുടെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ മാളവിക്കുട്ടി. കർത്താവ് ധാരാളമായിട്ട് വാവയെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാളവികയ്ക്കും അതുപോലെ അവളുടെ കൂടെ വണ്ടർ കിഡ്സിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിൽ വളരുവാൻ, അതുപോലെ കുടുംബമായിട്ട് ദൈവവേല ചെയ്യുവാനുള്ള കൃപ ശ്യാമയ്ക്കും തൻ്റെ കുടുംബത്തിനും ഉണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത് ആലപ്പുഴയിൽ നിന്ന് റാണിയാണ്. താങ്ക് യു. മെയ് 25 കൊച്ചുമകൾ എലീഷ ജോയലിൻ്റെ 1ാമത്തെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ എലീഷ കുട്ടി. കർത്താവ് ധാരാളമായിട്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാതാപിതാക്കളോട് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കർത്താവെ കൊച്ചുമകൾ എലീഷ ജോയലിൻ്റെ മേൽ ഉണ്ടാകട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. മകൾ ലിനുവിനും മരുമകൻ ജോയലിനും കർത്താവെ HR പോസ്റ്റിംഗ് ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൻ്റെ പണി നടക്കേണ്ടതിനായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ താങ്ക് യു ലോർഡ്. കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സന്ദേശത്തിൻ്റെ തലക്കെടുത്ത് ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് എന്ന് പറയുന്നതാണ്. ആനന്ദത്തിൻ്റെ തൈലം. വന്നപ്പോൾ തന്നെ പറഞ്ഞത് ആ ഒരു വലിയ സന്തോഷം കർത്താവ് തരാൻ പോകുന്നു. ഇന്നത്തെ സന്ദേശത്തിലൂടെ ആ ഒരു ആനന്ദ നദി അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ ആ തൈലം, ആ ഓയിൽ ഇന്ന് നിങ്ങളുടെ മേൽ പെയ്തിറങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. അടുത്തൊരാഴ്ചയിലേക്ക് നമ്മൾ കാൽ ചവിട്ടിയിരിക്കും. ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്. ഒരിക്കൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകും. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഞാൻ ഗലീലയിലേക്ക് പോകും. നിങ്ങൾ അവിടെ എത്തുന്നു, ഞാൻ അവിടെ എത്തും. വിശ്വസിക്കാൻ സാധിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ പേഴ്സണലായി നിങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ ഗലീലയിൽ ഉണ്ടായിരിക്കും. ജെറുസലേമിൽ നിന്നാണ് ഇത് പറയുന്നത്. എത്രയോ മൈലുകൾക്ക് അപ്പുറത്ത് ഞാനവിടെ ഉണ്ടായിരിക്കും. ഐ എം ഗോയിങ് ദർ. കർത്താവിന് ഇങ്ങനെ ഞൊടിക്കുന്നതിനിടയിൽ അവിടെ എത്താൻ കഴിയും. കാരണം ഉയർത്തെഴുന്നേറ്റ ശരീരവുമായി സ്ഥലകാല പരിമിതികളില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് റിസറക്റ്റഡ് ഗ്ലോറിയസ് ഇമോർട്ടൽ ഇൻവിസിബിൾ ബോഡിയായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. വിസിബിൾ ആകാം, ഇൻവിസിബിൾ ആകാം, ഗ്ലോറിഫൈഡ് ബോഡി. ആ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഈ ഒരാഴ്ചയിൽ നടക്കേണ്ട കാര്യങ്ങൾ, യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങൾ, അവിടെയെല്ലാം നമുക്ക് മുമ്പായി കർത്താവ് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ എങ്ങനെയിരിക്കും? ഇതേ സ്ഥലത്തെ ഗലീലയിലേക്ക് യേശു കർത്താവ് നേരത്തെ എത്തി. ഇതിനിടയിൽ ഇവർ അറിയാലോ, കുറച്ച് പിന്മാറ്റത്തിലൊക്കെ പോയി. പത്രോസ് മീൻ പിടിക്കാനൊക്കെ തിരിച്ചു പോയി, പഴയതിലേക്കൊക്കെ തിരിഞ്ഞു, പിന്മാറ്റത്തിൽ പോയി, മറ്റുള്ളവരെയും കൊണ്ടുപോയി. എ ലീഡർ നെവർ ഫോൾസ് അലോൺ. ഒരിക്കലും ഒരു നേതാവ് ഒറ്റയ്ക്ക് വീഴില്ല. വീഴുമ്പോൾ പുറകെ വരുന്നവരും കൂടെയുള്ളവരും കൂടി വീഴും. അതിൻ്റെ അർത്ഥം ഒരു ലീഡറുടെ വീഴ്ച അനുയായികളുടെ വീഴ്ച കൂടിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ യേശു നേരത്തെ പോയി ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഈവൻ അവർക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് വരെ കർത്താവ് കുക്ക് ചെയ്ത് വെച്ചു.
ഇവർ വരുമ്പോൾ കുഞ്ഞുങ്ങളെ വാ, പ്രാതൽ കഴിച്ചോളാം, മക്കളെ വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആദ്യം പറഞ്ഞത്, നീ എന്തിനാണ് പിന്മാറ്റത്തിൽ പോയത്, നിന്നെയൊക്കെ ശരിയാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ഇവിടെ എത്തിയിടാമെന്നൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. മക്കൾ വാ, ലെറ്റ്സ് ഈറ്റ് ടുഗെദർ. രാവിലെ നാസ്ത നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അവിടെ ഇരുന്ന് എല്ലാവരും കൂടി കഴിക്കുന്നു. അതിനിടയിൽ പത്രോസിനെ കർത്താവ് റെസ്റ്റോർ ചെയ്യുന്നു. രക്ഷയുടെ സന്തോഷത്തിലേക്ക്, ശുശ്രൂഷയുടെ സന്തോഷത്തിലേക്ക്, സകലത്തിലേക്കും കർത്താവ് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരുന്നു. ഞാൻ പറയാൻ വന്നത്, ഈ ആഴ്ചയിൽ ഇനിയുള്ള നാളുകളിൽ കർത്താവ് നമുക്ക് മുൻപായി ഗലീലയിലേക്ക് പോയി എന്തൊക്കെയോ കാര്യാദികളെ ഒരുക്കുന്നത് പോലൊരു ഫീലിംഗ് എൻ്റെ അകത്ത് വരുന്നു. ചില ആളുകളുടെ ഞാൻ കണ്ടിട്ടുള്ളത്, ചില വിശ്വാസികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയും ബൈബിൾ വായിച്ച് തീർക്കുക എന്നുള്ളതാണ്. ബൈബിൾ വായിച്ച് തീർക്കണം, എല്ലാ പേജുകളിലൂടെയും പോകണം, എല്ലാ അധ്യായങ്ങളിലൂടെയും പോകണം. പക്ഷെ എന്ത് അകത്തേക്ക് അസിമുലേറ്റ് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ബൈബിൾ ഇങ്ങനെ തുടർമാനമായി വായിക്കണം, പക്ഷേ അതേസമയം തന്നെ ചില പോർഷൻസ് എടുത്ത് അതിൽ നിന്നും ധ്യാനിച്ച് അതിൽ നിന്നുള്ള ദൈവിക വെളിപാടുകളും നറിഷ്മെൻറ്റും നമ്മുടെ അകത്തേക്ക് ചെന്നെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് പുതുക്കി നമുക്കൊരു വലിയ മാറ്റവും രൂപാന്തരവും വരികയുള്ളൂ. ഈ കാര്യം നമ്മൾ മറക്കരുത്. The spirit of the sovereign Lord is on me because the Lord has anointed me to proclaim good news to the poor. അല്ലേ? എളിയവരോട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്, എൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. He has sent me to bind up the broken hearts. തകർന്നിരിക്കുന്നവരുടെ ഹൃദയങ്ങളുടെ മുറിവുകൾ കെട്ടാൻ വേണ്ടി അവൻ എന്നെ അയച്ചിരിക്കുന്നു. To proclaim freedom for the captives. ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ. And declare a release from darkness for the prisoners. തടവുള്ളികൾക്ക്, ജയിൽവാസികൾക്ക് അന്ധകാരത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം. പിന്നെ പറയുന്നത് to proclaim the year of the Lord's favor and the day of vengeance of our God. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ രണ്ട് സമയത്ത് നടക്കേണ്ടതാണ്. അതായത് കർത്താവിൻ്റെ പ്രസാദ വർഷവും ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും. ഇത് രണ്ടും യുഗങ്ങൾ അപ്പാർട്ട് നടക്കേണ്ട കാര്യങ്ങളാണ്, ഒരുമിച്ചല്ല അത് നടക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് സിനഗോഗിൽ ഈ ഭാഗം എഴുന്നേറ്റ് നിന്ന് വായിക്കുമ്പോൾ ഇത് ഒമിറ്റ് ചെയ്തു, അത് വിട്ടിട്ടാണ് വായിച്ചത്. ടു കംഫർട്ട് ഓൾ ഹൂ മോൺ. പിന്നെ എടുത്തു പറയുന്നൊരു കാര്യമാണ്, വിലപിക്കുന്ന, കരയുന്ന എല്ലാവർക്കും ഒരാശ്വാസം. And provide those who grieve in Zion. സിയോനിലെ ദുഃഖിതന്മാർക്ക് to bestow on them crown of beauty instead of ashes. ചാരത്തിന് പകരം, വെണ്ണീറിന് പകരം സൗന്ദര്യ കിരീടം അല്ലെങ്കിൽ അലങ്കാരമാല. എനിക്കൊന്ന് അവിടെ വരെ നമ്മൾ പറഞ്ഞു വെച്ചു. എന്നാൽ ഇനി അടുത്ത് പറയുന്നത് the oil of joy instead of mourning. വിലാപത്തിന് പകരം ആനന്ദ തൈലം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിലാപത്തിന് പകരം ആനന്ദ തൈലം. അവിടെയാണ് ഞാനൊന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്യശകലമാണ്, വിലാപത്തിന് പകരം ആനന്ദ തൈലം. അത് തരാമെന്നാണ് കർത്താവ്. അതിനു വേണ്ടിയാണ് കർത്താവിൻ്റെ മേൽ അഭിഷേകത്തെ പകരപ്പെട്ടിരിക്കുന്നത്. യേശു കർത്താവ്, ക്രൈസ്റ്റസ് അല്ലെങ്കിൽ ദ മസായ എന്ന വാക്കിൻ്റെ അർത്ഥം ദി അനോയിന്റഡ് വൺ, അഭിഷിക്തൻ, അഭിഷേകം നൽകി നിയോഗിക്കപ്പെട്ടവൻ എന്നാണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയോഗിച്ച് എംപവർ ചെയ്ത് ശക്തീകരിച്ച് ഡെലിഗേറ്റ് ചെയ്ത് അയക്കുന്നതാണ് അഭിഷേകം. ഫോർ എക്സാമ്പിൾ, ദാവീദ് രാജാവാകുന്നതിന് മുൻപ് അത് വിട്, ഗോലിയാത്തിനെ കൊല്ലുന്നതിന് മുമ്പ് അത് വിട്, അതിനു മുമ്പുള്ള ആ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിച്ച് കേൾക്കണം. ചെയ്യുന്നതിന് മുൻപ് തൻ്റെ മേൽ ശമൂവേൽ ഒരു അഭിഷേക തൈല കൊമ്പെടുത്ത് അഭിഷേക തൈലം അവൻ്റെ മേൽ ഒഴിച്ചു. ഈ അഭിഷേക തൈലം അവൻ്റെ മേൽ വന്നപ്പോൾ വെറും എണ്ണ, ഒരു അരക്കുപ്പി എണ്ണ അല്ലെങ്കിൽ 2 ലിറ്റർ എണ്ണ അവൻ്റെ തലയിലേക്ക് ഒഴിച്ചു എന്നതിലുപരി സെയിം ടൈം അവൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നങ്ങി ഇറങ്ങി അവനിൽ വസിക്കാൻ തുടങ്ങി.
പിന്നെ പരിപാടികൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഈ അഭിഷേകമാണ്. ഇതുപോലെ യേശുവിൻ്റെ മേലാണ് യഥാർത്ഥത്തിലുള്ള അഭിഷേകത്തിൻ്റെ നിറവ് വന്നിരിക്കുന്നത്. പഴയ നിയമത്തിലെ ദാവീദ്, പുതിയ നിയമത്തിലെ യേശുവിന് ഒരു ടൈപ്പായി, ഒരു നിഴലായി നിൽക്കുകയാണ്. ഈ അഭിഷേകത്തിലാണ് ഇനി സിംഹത്തെ, കരടിയെ അല്ലെങ്കിൽ ഗോലിയാത്തിനെ കൊല്ലുന്നത്, പടക്കൂട്ടങ്ങളുടെ നേരെ പാഞ്ഞു ചെല്ലുന്നത്, ദൈവത്തിൻ്റെ ഭരണം നടത്തുന്നത്, ജയം ഉണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇനി ഈ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ അനോയിൻറ്റിംഗ് ആണ്. സോ 1 യോഹന്നാൻ 2:20, 1 യോഹന്നാൻ 2:27 ഇത് രണ്ടും വായിക്കുമ്പോൾ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ മേലുണ്ടല്ലോ. ഈ യേശുവിൻ്റെ മേൽ വന്ന അതേ അഭിഷേകം വീണ്ടും താൻ മറ്റുള്ളവർക്കൊക്കെ പകരുകയാണ്. അഭിഷിക്തനിൽ നിന്നാണ് അഭിഷേകം. പറഞ്ഞേ, അതൊന്ന് ടൈപ്പിൽ ഒന്ന് ലൈവ് ചാറ്റിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് എഴുതി വെക്കുക. അഭിഷിക്തനിൽ നിന്നാണ് അഭിഷേകം വരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളത്തിലാണ് സ്നാനം കഴിപ്പിക്കുന്നത്, H2O. എന്നാൽ എൻ്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. വാവ്! അപ്പോൾ അഭിഷിക്തന് മാത്രമേ അഭിഷേകം പകരാൻ കഴിയൂ. ക്രിസ്തു മശിഹായ്ക്ക് മാത്രമേ അഭിഷേകം പകരാൻ കഴിയൂ. അവൻ്റെ മേൽ വന്ന അഭിഷേകത്തിൻ്റെ ഒരു ലക്ഷ്യം, ഒരു ഫോക്കസ്, to give the oil of joy, to pour out the oil of joy, അല്ലെങ്കിൽ the oil of gladness instead of mourning. മോർണിംഗ് ഉദ്ദേശിക്കുന്നത് വിലാപം. വിലാപത്തിന് പകരം ആനന്ദ തൈലം. എല്ലാവരും പറ, വിലാപത്തിന് പകരം ആനന്ദ തൈലം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലായാലാണ് ഇപ്പം നമുക്ക് ഈ ആനന്ദ തൈലം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? പല പല തൈലങ്ങളൊക്കെ നമ്മൾ ആയുർവേദ ഷോപ്പിൽ പോയാൽ, പലവ്യഞ്ജനക്കടയിൽ ചെന്നാൽ പല പല തൈലങ്ങളും തൈലക്കുപ്പികളും ഒക്കെ കിട്ടുമായിരിക്കും. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ദ ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്, ആനന്ദ തൈലം, ആ തൈലത്തിനകത്ത് ആനന്ദമുണ്ട്. ആ തൈലം ഒഴിക്കുമ്പോൾ ആനന്ദം ഉണ്ടാകും. ആനന്ദം നൽകുന്നൊരു തൈലത്തിൻ്റെ അഭിഷേകമാണ്. എന്തിനു പകരമാണ് ഇവിടെ അവിടെ പറഞ്ഞിട്ടുണ്ട്? ഇൻസ്റ്റെഡ് ഓഫ് മോർണിംഗ്, MOURNING, മോർണിംഗ്. പ്രഭാതം, രാവിലെ എന്ന് പറയുന്ന മോർണിംഗ് അല്ലല്ലോ. മോർണിംഗ് എന്ന് പറഞ്ഞാൽ വിലാപമാണ്. വിലാപം. ഈ വാക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഒരു മരണം നടക്കുമ്പോൾ. ഒരു വീട്ടിലെ പിതാവ് മരിച്ചു, മാതാവ് മരിച്ചു, മകൻ മരിച്ചു, ഒരു മരണം നടക്കും, വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഒരു ഒരു കലാമിറ്റി ഉണ്ടായി, ഒരു പട്ടണം തകർന്നുപോയി, ബോംബ് സ്ഫോടനത്തിൽ ഒത്തിരി പേര് മരിച്ചു, നാച്ചുറൽ കലാമിറ്റിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായി. ആ സമയത്തുണ്ടാകുന്നൊരു വിലാപം. ഇത് പറയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൂട്ടക്കരച്ചിൽ, നീണ്ട കരച്ചിൽ. വിലാപം എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ണുതിരുമിട്ട് നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ അതല്ല വിലാപം. മാറത്തടിച്ച് വിലപിച്ച് സകലവും നഷ്ടപ്പെട്ടതുപോലെ, ഹോപ്പ്ലെസ് ആയതുപോലെ അതിഭയങ്കരമായ കരച്ചിൽ. അതാണ് വിലാപം. ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന രീതിയിൽ വിലപിച്ച് കരയുന്ന. രാമയിൽ ഒരു ശബ്ദം കേട്ടു. അവിടെ മക്കൾ നഷ്ടപ്പെട്ടു. ഹെരോദ രാജാവ് യേശു ജനിച്ച സമയത്ത്, മോശയുടെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ ശിശുക്കളെല്ലാം കൊന്നു. ആ സമയത്ത് അമ്മമാർ നാട്ടിൻപുറങ്ങളിൽ മാറത്തടിച്ച് കരയുകയാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ അവർ കൊണ്ടുപോയി വെട്ടിക്കൊല്ലുകയാണ്. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ചോര കുഞ്ഞുങ്ങളുടെ, പൊടി കുഞ്ഞുങ്ങളുടെ, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാണ്. ആ ദേശം മുഴുവൻ അമ്മമാർ, കുടുംബങ്ങളെല്ലാം നിന്ന് കരയുകയാണ്. ഇതാണ് വിലാപം. അങ്ങനെ വിലപിക്കുന്ന ഒരു ജനം ഒന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വിലപിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയിൽ പെട്ടെന്ന് ഒരു എണ്ണ വന്ന് വീഴുമ്പോൾ, അഭിഷേകം വന്ന് വീഴുമ്പോൾ, ഈ വിലാപം അങ്ങ് മാറിയിട്ട് പെട്ടെന്ന് ആനന്ദം അകത്ത് വരുന്ന ഒരന്തരീക്ഷം ചിന്തിക്കുക. ദാറ്റ്സ് വാട്ട് ഈസ് മെൻഷൻഡ് ഹിയർ. അക്കാലത്ത് ഈ പെർഫ്യൂംഡ് ഓയിൽ ആണ് ഉപയോഗിക്കുന്നത്. കുക്കിംഗ് ഓയിൽ അല്ല കേട്ടോ. നമ്മളിവിടെയുള്ള വെളിച്ചെണ്ണയോ മണ്ണെണ്ണയോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല ഞാനീ പറയുന്നത്. കുക്കിംഗ് ഓയിലോ പാം ഓയിലോ സൂര്യകാന്തിയുടെ എണ്ണയോ സൺഫ്ലവർ ഓയിൽ, ഇതൊന്നുമല്ല പറയുന്നത്. പെർഫ്യൂംഡ് ഓയിൽ.
ഇതിന് അവരുടെ കൾച്ചറിൽ അവരുടെ രീതിയാണ് ഞാൻ പറയുന്നത്. വളരെ വിശേഷപ്പെട്ടൊരു VVIP വീട്ടിലേക്ക് വരികയാണ്. അവർ ചെയ്യുന്നത്, ഈ വരുന്ന VVIPയുടെ ശിരസിലേക്ക് പെർഫ്യൂംഡ് ഓയിൽ, കോസ്റ്റ്ലി മീൻസ് കോസ്റ്റ്ലി, അതുപോലെ വില പിടിച്ച് എക്സ്പെൻസീവ് ഓയിൽ കൊണ്ടുവന്നൊഴിക്കും. ഇതങ്ങ് ഒഴിച്ച് കഴിയുമ്പോൾ ആ പ്രദേശം മുഴുവൻ ഒരു സ്വീറ്റ് ആരോമ അങ്ങ് സ്പ്രെഡ് ആവും. ആ സുഗന്ധം, പരിമളം അങ്ങ് പരക്കുന്ന സമയത്ത് ആൾക്ക് മനസ്സിലായി VVIP ആരോ ഗസ്റ്റായിട്ട് ആ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ വിശിഷ്ടാതിഥി വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പുഷ്പങ്ങൾ എറിഞ്ഞ്, ഗാർലൻഡ് ചെയ്ത്, മാല അണിയിച്ച്, ബൊക്കെ കൊടുത്ത്, എന്തെങ്കിലും ഷോള് പുതപ്പിച്ച് ഇങ്ങനെ ആദരിക്കുകയും ഓണർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പരിപാടിയുണ്ട്. കുരവയിടുന്ന ഒരു രീതിയുണ്ട് ചില നാട്ടിൽ പണ്ട് കാലത്ത്. എനിവേ, ഒന്ന് ആ ഒരു സാഹചര്യത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മറ്റൊന്ന്, ഭയങ്കരമായ ഉത്സവങ്ങളും റിജോയ്സിങ്ങിൻ്റെയും സമയത്ത് ഇതുപോലെ പെർഫ്യൂംഡ് ഓയിൽ ഒഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് എപ്പോഴാണ്? ഒരു വിലാപ വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുകയാണ്, ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ ഇത് ചെയ്യില്ല. ഉത്സവങ്ങൾ, സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ, വിശിഷ്ടാതിഥികൾ വിരുന്നു വരുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ആ ഓയിൽ ഒഴിച്ചാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഹാസ് ബ്രോട്ട് ജോയ്. യേശുവിൻ്റെ മേലുള്ള അഭിഷേകം എന്താണെന്നറിയാമോ? ദി അനോയിന്റിങ് ഓഫ് ജീസസ് ഈസ് എ ജോയ് ബ്രിങ്ങർ. എഴുതി വെക്ക്. യേശുവിൻ്റെ മേലുള്ള അഭിഷേകം സന്തോഷത്തെ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, യേശു ജനിച്ച നിമിഷങ്ങളിൽ സ്വർഗത്തിലെ ദൂതന്മാരുടെ ഒരു വലിയ സംഘം അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, ജോയ് ടു ദ വേൾഡ്. ഈ ലോകത്തിന് മുഴുവനും സർവഭൂമിയിലും സന്തോഷം. ജീസസ് ഈസ് ദ ജോയ് ബ്രിങ്ങർ. എഴുതി വെക്ക്, ടൈപ്പ് ചെയ്യുക, അയച്ചു കൊടുക്കല്ല അവർക്ക്. ലൈവ് ചാറ്റിലൂടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട. ജീസസ് ഈസ് ദ ജോയ് ബ്രിങ്ങർ ആൻഡ് ദി അനോയിന്റിങ് അപ്പോൺ ജീസസ് ഈസ് എ ജോയ് ബ്രിങ്ങർ. യേശുവിൻ്റെ മേലുള്ള അഭിഷേകത്തിന് ഈ സന്തോഷം കൊണ്ടുവരാൻ കഴിയും. അതിലുപരി ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം മോർണിംഗ് ഇൻ ടു ഗ്ലാഡ്നെസ്. യേശുവിൻ്റെ മേലുള്ള അഭിഷേകത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്ന? വിലപിച്ചുകൊണ്ടിരിക്കുന്ന, സകലവും തകർന്ന നിരാശയിൽ മാറത്തടിച്ചു കരയുന്ന അന്നത്തെ കാലത്ത് വസ്ത്രങ്ങൾ കീറുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഭയങ്കരമായ ദുഃഖം വന്നാൽ മേൽവസ്ത്രം വലിച്ചു കീറും, തലമുടിയൊക്കെ കീറും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ചാരം പൂഴിയും മേൽ മുഴുവൻ വലിച്ച് ഇടും. വലിച്ചു വാരി തൂകിയ ശേഷം ഇരുന്ന് കരയും. പക്ഷെ യേശു ഇങ്ങ് വരികയാണ്. യേശു പതുക്കെ ഇങ്ങ് വരുന്ന സമയത്ത് ഹി റിലീസസ് ദി ഓയിൽ ഓഫ് ജോയ്, ദി ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്. പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ കരച്ചിൽ നിർത്തുന്നു, കണ്ണുനീർ തുടയ്ക്കുന്നു, ഇതെല്ലാം എടുത്ത് കളയുന്നു, ശരീരം കഴുകുന്നു, പുതിയ വസ്ത്രം ധരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നൃത്തം ചവിട്ടാൻ തുടങ്ങുന്നു. ഓക്കെ, സോ ഹി ക്യാൻ ട്രാൻസ്ഫോം അവർ മോർണിംഗ് because he can transform the mourner. വിലാപത്തെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വിലപിക്കുന്നവനിൽ ഒരു മാറ്റം വരുത്തും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ചിലരോടൊക്കെ കണ്ണിൽ നോക്കി ഞാൻ സംസാരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ 8 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ്. ചിലരുടെ ജീവിതത്തിൽ 13 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ്. ചില ജീവിതത്തിൽ 18-ാം വയസ്സിലാണ് ഇത് ആരംഭിച്ചത്. ദുഃഖവും മുറവിളിയും നിരാശയും വേദനകളും. ചിലർ എൻ്റെ പിതാവ് മരിച്ച സമയത്ത് തുടങ്ങിയതാണ്. ചിലർ ഇവനെ പ്രസവിച്ചപ്പോൾ തുടങ്ങിയതാണ്. ചിലർ വിവാഹം കഴിച്ച അന്ന് തുടങ്ങിയ ദുരിതമാണ്. അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെ വിലാപത്തെ കർത്താവ് മാറ്റാൻ പോവുക. ഹി വിൽ വർക്ക് ഓൺ യുവർ ഹാർട്ട്. ഹൃദയത്തിനകത്ത് ചിലതൊക്കെ കർത്താവ് ചെയ്യും. ആറ്റിറ്റ്യൂഡുകൾ മാറ്റും, സാഹചര്യങ്ങളെ കർത്താവ് മാറ്റും. ഒരു വചനം കൂടി ഞാൻ വായിച്ചേക്കാം. ഒരുപക്ഷെ കുറച്ച് കാര്യങ്ങൾ നാളെ ഇതിൻ്റെ കാര്യങ്ങൾ തുടരേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. Psalm 23:5
You prepare a table before me in the presence of my enemies. You anoint my head with oil. My cup overflows. ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് മേശയൊരുക്കുന്നു. അതുപോലെ യു അനോയിന്റ് മൈ ഹെഡ് വിത്ത് ഓയിൽ. എൻ്റെ തലയെ അങ്ങ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇത് ആനന്ദതൈലമാണ്. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഇതൊക്കെ ബൈബിൾ ഇങ്ങനെ ചുമ്മാ എഴുതി വെച്ചേക്കും. ബൈബിളിനൊരു മതപുസ്തകമായി കണ്ടാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ബൈബിൾ പറയുന്നത് ഒന്ന്, നമ്മുടെ ജീവിതം വേറെ. എന്നാൽ ബൈബിൾ ജീവിക്കാൻ, ബൈബിളിലൂടെ ജീവിക്കാൻ, ബൈബിൾ പറഞ്ഞിട്ടുള്ളത് അനുഭവിക്കാൻ ഈ നാളുകളിൽ ഇത് കേൾക്കുന്നവർക്ക് കർത്താവ് ഒരു മഹാഭാഗ്യം ഒരുക്കിയിരിക്കുന്നു ഞാൻ അങ്ങ് വിശ്വസിക്കുക. പ്രാർത്ഥിക്കാം. കർത്താവ്, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച ഓരോ പദങ്ങളും ഓരോ ഹൃദയങ്ങളിലേക്ക് ആണി പോലെ തറഞ്ഞു കയറി അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഡീപ്പ് ഡിപ്രഷൻ, കട്ട പിടിച്ച ആഴത്തിലേക്ക് വേരിറങ്ങിയ വിഷാദ രോഗം, അതിൻ്റെ വേരുകൾ ഇന്ന് കർത്താവ് വെട്ടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ തന്നെ രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇതിനകത്ത് ഹീലിംഗ് ഉണ്ടെന്നേ. കാരണം എ ജോയ്ഫുൾ ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ. ആ സന്തോഷം വരുമ്പോൾ തന്നെ രോഗങ്ങളൊക്കെ ഇങ്ങനെ പമ്പ കിടക്കാൻ തുടങ്ങും. ഞാൻ കാണുന്നതൊരു 60 വയസ്സിന് മുകളിലേക്കുള്ള കുറേ പിതാക്കന്മാരും മാതാക്കന്മാരും അവരുടെ ശരീരത്തിലേക്ക് ഭയങ്കരമായ ചില രോഗസൗഖ്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ കണ്ണ് മങ്ങിയിരിക്കുന്നു, കൊളസ്ട്രോൾ പ്രോബ്ലം, ഷുഗർ പ്രോബ്ലം, BP-യുടെ പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം. പറയുമ്പോൾ വാർദ്ധക്യ സഹജമായ രോഗം എന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അങ്ങനെ സഹജമായിട്ടങ്ങ് ജീവിക്കണമെന്നൊന്നും എങ്ങും എഴുതി വെച്ചിട്ടില്ല. ഇതിനൊക്കെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം വ്യാപരിച്ചാൽ എന്ത് സംഭവിക്കും? താല്പര്യമുണ്ടോ? വിശ്വസിക്കുക. യേശുവിൻ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. ഇനി അതിൻ്റെ താഴേക്കുള്ളവർക്ക് രോഗം എന്തായാലും വൈദ്യനൊന്ന് മരുന്നൊന്ന്, യേശുവിൻ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് ഒരു വിഷയം ഞാൻ കാണുന്നത് പൈൽസ് രോഗം. അത് ചെറുപ്പക്കാരിൽ പോലുമുള്ള ബാലികാബാലന്മാരിൽ പോലും ചില പൈൽസ് വന്നിട്ടുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ബ്ലീഡിങ് നിൽക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെയുള്ള പലവിധ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിംഗ് ടുഡേയുമായി പാർട്ട്ണർ ചെയ്യണം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാം. പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് ആമസോണിൽ നിന്ന് കരസ്ഥമാക്കാം. God bless you all. See you tomorrow. Bye-bye.